പാർട്ടി എന്തായാലും കടുത്ത നിലപാട് സ്വീകരിക്കില്ല. സജി ചെറിയാന് ഒപ്പം തന്നെ ഉണ്ടാകും. സജി മന്ത്രി കസേരയിൽ തന്നെ തുടരും എന്ന നിലപാടിലാണിപ്പോൾ CPM എത്തിച്ചേരുന്നത്. നമ്മോടൊപ്പം അഡ്വക്കേറ്റ് ബൈജു നോയൽ ഹർജിക്കാരനാണ്, പരാതിക്കാരനാണ്. ഒപ്പം ഇടത് സഹയാത്രികൻ ശ്രീ റെജി ലൂക്കോസും തത്സമയം ചേരുന്നുണ്ട്. ശ്രീ ബൈജു നോയൽ, വളരെ ഗുരുതരമായ ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞിട്ടും അങ്ങനെ ഒരു വാതിൽ തുറക്കപ്പെട്ടിട്ടും സജി ചെറിയാനു വേണ്ടി പാർട്ടി ഇന്ന് ഒപ്പം ചേരുമ്പോൾ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സജിയെ കേട്ടില്ല എന്നുള്ളതാണ്. അതൊരു തൊടുന്യായമാണോ, ഒരു വിചിത്ര ന്യായമായിട്ടാണോ നമ്മൾ ഇതിനെ കാണേണ്ടത്? കാരണം രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരിക്കൽ രാജിവെച്ചതല്ലേ, ഇനി രാജിവെക്കേണ്ടതില്ല എന്ന് പറയുമ്പോൾ അവിടെ എടുത്തു പറയുന്നത് സജിയെ കേട്ടില്ല എന്നുള്ളതാണ്. കാരണം സജി ഇവിടെ പ്രതിയാണ്. മാത്രമല്ല ഹൈക്കോടതി ഈ കേസിലൊരു തുടരന്വേഷണം എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ പ്രതിയെ കേൾക്കുക എന്ന ഇങ്ങനെ ആവർത്തിച്ചുള്ള ന്യായത്തിന് എന്തെങ്കിലും വസ്തുതയുള്ളതായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അദ്ദേഹം രാജിവെക്കണമെന്ന് നേരത്തെയും ഒരു കോടതിയും അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം രാജിവെച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഞാൻ ധാർമ്മികതയുടെ പേരിൽ രാജിവെക്കുന്നു എന്നുള്ളതാണ്. അന്ന് അദ്ദേഹത്തിനെതിരെ കേസെടുക്കാൻ വേണ്ടി തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തീരുമാനമെടുത്തപ്പോൾ അദ്ദേഹം പിന്നീട് രാജിവെച്ച സമയത്ത് അദ്ദേഹം നടത്തിയ പ്രസ്താവനയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അന്ന് അദ്ദേഹം ആ കേസിലെ അക്യൂസ്ഡായി മാറിയതിന് ശേഷമാണ് അദ്ദേഹം രാജിവെച്ചത്. അതിന് മുൻപ്, ആ രാജിവെക്കുന്നതിന് തൊട്ട് മുൻപ് വരെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ നിലപാട് അദ്ദേഹം എന്തിന് രാജിവെക്കണം, രാജിവെക്കേണ്ട കാര്യമില്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അന്ന് നടന്ന പാർട്ടിയുടെ യോഗത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ നേതാക്കന്മാർ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. അതിനുശേഷം അദ്ദേഹം ആ കേസിൽ അക്യൂസ്ഡ് ആയതിനു ശേഷം അദ്ദേഹം രാജിവെക്കുകയാണ് ഉണ്ടായത്. ആ ധാർമ്മികതയുടെ പേരിൽ അദ്ദേഹം രാജിവെക്കുക, അതിനുശേഷം അന്വേഷണം അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ കേരള പോലീസിനകത്തുള്ള ഒരു ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് കേസ് അന്വേഷിക്കുകയും ആ കേസ് അന്വേഷണത്തിനകത്ത് അദ്ദേഹം കുറ്റക്കാരനൊന്നുമല്ല, അദ്ദേഹം ഇന്ത്യൻ ഭരണഘടനയെ അപമാനിക്കുന്ന വിധത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ള ഒരു റഫർ റിപ്പോർട്ട് ബഹുമാനപ്പെട്ട തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയുടെ മുമ്പിൽ ഹാജരാക്കുകയും ആ റഫർ റിപ്പോർട്ടിൻ്റെ ബലത്തിൽ അദ്ദേഹം എൻ്റെ പേരിലുള്ള കേസുകളെല്ലാം അവസാനിച്ചുവെന്നും അതുകൊണ്ട് അദ്ദേഹം വീണ്ടും മന്ത്രിയാക്കപ്പെടുകയാണ് എന്നും സത്യപ്രതിജ്ഞ ചെയ്യുകയാണ് എന്നുമൊക്കെ പൊതുജനങ്ങളെ അറിയിക്കുകയുമാണ് ഉണ്ടായത്. അദ്ദേഹം ആ റഫർ റിപ്പോർട്ട് ആണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത്. അദ്ദേഹം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്ത് മന്ത്രിയാകാൻ വേണ്ടി അദ്ദേഹം പൊതുജനങ്ങളുടെ മുമ്പിൽ ഞാൻ ഈ കുറ്റത്തിൽ നിന്ന് മോചിതനായി എന്ന് കാണിക്കാൻ ഉപയോഗിച്ച ആ റഫർ റിപ്പോർട്ടാണ് ഇപ്പം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ വിധിയിലൂടെ റദ്ദാക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം പഴയ സ്റ്റാറ്റസിലേക്ക്, കേസിലെ പ്രതി എന്നുള്ള സ്റ്റാറ്റസിലേക്ക് തിരിച്ചു വരികയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ അന്വേഷണം നേരിടേണ്ടി വരുന്നത്. പ്രതി ആയതുകൊണ്ടാണ്. ആ പ്രതി എന്നുള്ള സ്ഥാനത്തേക്ക് അദ്ദേഹം തിരിച്ചു വരുമ്പോൾ അന്ന് അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ധാർമ്മിക ബോധം ഇപ്പോഴും അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടിയിരിക്കുന്ന കാര്യം, അദ്ദേഹം ആ പ്രതിസ്ഥാനത്ത് നിന്ന് അദ്ദേഹം ഈ ഭരണത്തിൻ്റെ അധികാരത്തിൻ്റെ മുകളിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം ഈ അന്വേഷണത്തെ നേരിടേണ്ടതിന് പകരം അദ്ദേഹം ആ ഇന്ത്യൻ ഭരണപരമായ വഴി തേടുമെന്നാണ് പറയുന്നത്. ഒരു തേർഡ് പാർട്ടിയെ കൊണ്ടാണോ ഇനി അങ്ങനെ ഒരു ഹർജിയിലേക്കോ അല്ലെങ്കിൽ മുന്നോട്ട് പോകുക എന്നറിയില്ല. സ്റ്റേറ്റിനി അതെല്ലാം പോകുമോ എന്നും അറിയില്ല. എന്തായാലും ഒരു കാര്യം, ഈ മേൽക്കോടതിയിലേക്കോ അല്ലെങ്കിൽ ഡിവിഷൻ ബെഞ്ചിലേക്കോ പോയി കഴിഞ്ഞാൽ, കാരണം ഭരണഘടനയുടെ സംരക്ഷകരാണ് ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒക്കെ തന്നെ. അപ്പോൾ ആ ഭരണഘടനയുടെ സംരക്ഷകരെ മുഴുവൻ മുൾമുനയിലാക്കുന്ന, അവരുടെയൊക്കെ തന്നെ ഉദ്ദേശശുദ്ധി അടക്കം ആ സംവിധാനത്തെ മുഴുവൻ തൊലിയുരിക്കുന്ന തരത്തിലേക്ക് ഒരു ജനപ്രതിനിധി നടത്തിയ പ്രസ്താവന, അത് പബ്ലിക് ഡൊമൈനിൽ കിടക്കുകയാണ്. വേറെ എങ്ങും വന്ന പബ്ലിക് ഡൊമൈനിലാണ്. അപ്പോൾ അങ്ങനെ ഒരു പോക്ക് അത് കാമ്പുള്ളതായിരിക്കുമെന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? ഇന്ത്യൻ ഭരണഘടനയെ ബഹുമാനിക്കുകയും അതിനെ ആദരവോടുകൂടി കാണുകയും ചെയ്യുന്ന ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും അദ്ദേഹത്തിൻ്റെ മല്ലപ്പള്ളിയിൽ അദ്ദേഹം നടത്തിയ ആ ഡെറോഗേറ്ററി സ്പീച്ച് കേട്ട് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും വേദനയുണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ്. അദ്ദേഹം ഇന്ത്യൻ ഭരണഘടനയെ അപമാനിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം പറഞ്ഞ വെർബാറ്റം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ താങ്കൾ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ആ സ്പീച്ച് ഇപ്പോഴും പബ്ലിക് ഡൊമൈനിൽ തന്നെ കിടക്കുന്നുണ്ട്. അതുതന്നെയാണ് അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഏറ്റവും വലിയ തെളിവ്. ആ തെളിവ് ഈ പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്നിടത്തോളം കാലം ഇതിൽ അദ്ദേഹം കുറ്റക്കാരനാണ് എന്ന് സ്ഥാപിക്കുക വളരെ എളുപ്പത്തിൽ നടക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അദ്ദേഹം ആ കുറ്റം ചെയ്തു എന്നുള്ള ബോധത്തിൻ്റെ കൂടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ധാർമ്മികമായി അന്ന് രാജിവെച്ചത്. ആ സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ആ സാഹചര്യം നിലനിൽക്കുന്നു എന്ന് മാത്രമല്ല, അതിനേക്കാളും ഒരല്പം കൂടിയ സാഹചര്യത്തിലേക്ക് ഇന്നലത്തെ വിധിയോടുകൂടി ഈ കേസ് പോയിരിക്കുകയാണ് വാസ്തവത്തിൽ. കാരണം അദ്ദേഹം ഇതിനകത്ത് ഇന്ത്യൻ ഭരണഘടനയെ അപമാനിക്കുകയും അദ്ദേഹം അപമാനിച്ചിട്ടുള്ള ഭരണഘടന
അദ്ദേഹത്തിന് നൽകുന്ന ഒരു പദവിയിലാണ് അദ്ദേഹം ഇപ്പോഴും ഇരിക്കുന്നത് എന്നുള്ളതാണ്. ആ ഇരിക്കുന്ന കസേരയിൽ നിന്ന് അദ്ദേഹം ഈ അധികാര സ്ഥാനത്ത് നിന്ന് മാറി നിന്നുകൊണ്ട് നമ്മുടെ ജുഡീഷ്യൽ സംവിധാനത്തെ ബഹുമാനിക്കാനും അതിൻ്റെ നീതി നിർവഹണ സംവിധാനത്തിന് തടസ്സമുണ്ടാക്കാത്ത രീതിയിൽ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ വരുമ്പോൾ ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ മുകളിൽ ഇരിക്കാതെ അദ്ദേഹത്തിൻ്റെ ആ പ്രതിസ്ഥാനത്ത് നിന്നുകൊണ്ട് അദ്ദേഹത്തിന് ഈ കേസിലെ പ്രതിയെ ചോദ്യം ചെയ്യാനും അദ്ദേഹത്തിൻ്റെ മൊഴി രേഖപ്പെടുത്താനും അദ്ദേഹത്തിൻ്റെ വോയിസ് സാമ്പിൾ എടുക്കാനും ഇതിനകത്ത് സയൻറ്റിഫിക് എവിഡൻസും കൂടെ ആവശ്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്പീച്ചാണ് ഇതിനകത്ത് ഈ പറയുന്ന പ്രധാനപ്പെട്ട തെളിവുകൾ. അപ്പോൾ സയൻറ്റിഫിക് എവിഡൻസ് കൂടെ ആ അത്തരം തെളിവുകളൊന്നും ശേഖരിക്കാൻ പഴയ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് സാധിച്ചിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട കോടതിയുടെ കണ്ടെത്തലിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ കേസ്. ബൈജുനോ അങ്ങയിലേക്ക് മടങ്ങിയെത്താൻ ചെയ്തില്ല, മനഃപൂർവ്വം എന്ന് തന്നെ പറയേണ്ടി വരുമല്ലോ. നമ്മളിത് ആധുനിക യുഗമല്ലേ. കാരണം ഇതിൽ എങ്ങോട്ടും വളച്ചു കെട്ടി നമുക്ക് തിരിഞ്ഞു മൂക്കി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. നേരെ വഴിക്ക് പോയി കഴിഞ്ഞാൽ നന്നായിട്ട് ഇതിൻ്റെ ഒരു റഫറൻസിലേക്ക് എത്താൻ കഴിയുന്ന ഒരു സംഭവത്തെയാണ് ഈ നിലയ്ക്ക് കൊണ്ടുപോയി അങ്ങ് പരിതാപകരമായ അവസ്ഥയിലേക്ക് എത്തിച്ചത് ഈ പോലീസ് സംവിധാനം. അപ്പോൾ ഈ സജി ചെറിയാനിലേക്ക് മാത്രമല്ല, കേരള പോലീസിൻ്റെ നൈതികതയെ കൂടി ചോദ്യം ചെയ്യുന്ന ഒരു സംഭവമായി ഇത് മാറുന്നു എന്ന വളരെ ഗൗരവമായ തലം കൂടി നമ്മൾ ചർച്ച ചെയ്യാതെ പോകാതിരിക്കാനാകില്ല. ശ്രീ റെജി ലൂക്കോസ്, ഈ സംഭവത്തിൽ അറിയാമല്ലോ, കാരണം ഭരണഘടനാ സംരക്ഷണത്തിന് വേണ്ടി വാദിക്കുന്നവരാണ്. നരേന്ദ്രമോദി അവിടെ ഭരണഘടനയെ ഹീനമായിട്ട് വിവസ്ത്രയാക്കുന്നു, തൊലി ഉരിക്കുന്നു എന്നൊക്കെ ഉള്ള നമ്മുടെ ടാഗ് ലൈനിട്ട് ഇടതുപക്ഷ പ്രസ്ഥാനമൊക്കെ തന്നെ സമരം ചെയ്ത് മുന്നോട്ട് പോവുകയും കൈപിടിക്കുകയും മതിൽ തീർക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ അതേ ഭരണഘടനയെ തെരുവിലിട്ട് അല്ലെങ്കിൽ പബ്ലിക് ഡൊമൈനിൽ തന്നെ തൊലിയുരിച്ച ഒരു മന്ത്രി അത് ഹൈക്കോടതി ഗൗരവത്തോടെ കണ്ടിട്ടും എന്തുകൊണ്ട് പാർട്ടി ഒരു പരവതാനി പിരിച്ച് ഒരു സുരക്ഷിത ലാവണം ഒരുക്കുന്നു? ശ്രീ റെജി ലൂക്കോസ്. പ്രതീക്ഷ ഇന്ത്യൻ ഭരണഘടന ഒരിക്കലെങ്കിലും വായിച്ചിട്ടുള്ള ഒരു വ്യക്തിക്കും സജി ചെറിയാൻ അപമാനിച്ചു എന്ന് വാക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. വിയോജിക്കാനുള്ള അവകാശമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ തുടക്കത്തിൽ തന്നെ എഴുതി വെച്ചിരിക്കുന്നത്. നമ്മളല്ലാതെ വായിച്ചു. ഇന്ത്യൻ ഭരണഘടനയും വിമർശിക്കപ്പെടാവുന്ന ഒരു ഭരണഘടനയാണ്. അത് യുവർ അംബേദ്കർ തന്നെ അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വിമർശനവിധേയമാണ്. നിരവധി തവണ നമ്മുടെ പാർലമെന്റിൽ ഇന്ത്യൻ ഭരണഘടന വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. 100 മുകളിൽ തവണ ഈ ഭരണഘടന തിരുത്തിയിട്ടുണ്ട്. ഭരണഘടനയിൽ 3 പുരുഷ കൂടി. എന്നാൽ ഭരണഘടനയെ അപമാനിക്കാൻ പാടില്ല, അവഹേളിക്കാൻ പാടില്ല. അത് തെറ്റാ. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മുടെ നാഷണൽ ഫ്ലാഗിനോട് ചെയ്യുന്ന പോലെ തന്നെ ഗുരുതരമായ ഒരു തെറ്റാ. ഇവിടെ അദ്ദേഹം പറഞ്ഞ ഒരു വാക്കാണ് ഈ പറയുന്ന സത്യപോരാട്ടത്തിൽ ഭരണഘടനയെ അപമാനിക്കുന്നവര് സജി ചെറിയാൻ പറഞ്ഞ വാക്കിനായിട്ട് അലക്കിയാണ് അപമാനിക്കുന്നത്. അദ്ദേഹം പറഞ്ഞെന്താ? അദ്ദേഹം പല കാര്യങ്ങളും പറഞ്ഞു. അതിൽ അവസാനം പറഞ്ഞു കുന്തം കുടച്ചക്കർ എന്ന് പറഞ്ഞു. അത് അദ്ദേഹത്തിന് വാക്കുകൾ ഫില്ല് ചെയ്യാനായിട്ട് അദ്ദേഹം ഉപയോഗിച്ചൊരു വാക്കാ. അത് ഈ പറയുന്ന കോട്ടയം മുതൽ തെക്കോട്ടുള്ള ഏതൊരു മനുഷ്യനെ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ഗ്രാമീണ വാക്ക്. അതിന് ഒരു തെറ്റും ഇത് സജി ചെറിയാൻ ഭരണഘടനയെ തൊട്ട് വന്നിച്ച് സത്യപ്രതിജ്ഞ ചെയ്ത കാവലാളാണ് ഭരണഘടനയുടെ. അതായത് തെറ്റായ ഭരണഘടനയെ വ്യാഖ്യാനിക്കുന്നെങ്കിൽ അത് തിരുത്തി മുന്നോട്ടിറങ്ങേണ്ട ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ വ്യക്തി ഇത് ചെയ്യുന്നത് ശരിയാണോ? ആ വ്യക്തിക്ക് തന്നെ തോന്നിയില്ലേ ഇത് തെറ്റാണെന്ന് തോന്നിയില്ലേ? ആ വ്യക്തിയുടെ പാർട്ടിക്ക് ഒരിക്കൽ തോന്നിയില്ലേ? പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിക്ക് തോന്നിയില്ലേ? അതുകൊണ്ടല്ലേ അദ്ദേഹത്തെ രാജിവെപ്പിച്ചത്. അപ്പോൾ അന്ന് രാജിവെപ്പിച്ചു, അന്നൊരു കാല് അവിടെ, ഇന്നൊരു കാല് വേറൊരു സ്ഥലത്ത്. അപ്പോൾ ഇത് നൽകുന്ന സന്ദേശം എന്താണ്? ഈ പാർട്ടി എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ ഇന്ത്യ മഹാരാജ്യത്ത് അധികാരത്തിലേറുന്ന ഏതൊരു വ്യക്തിയും ഇന്ത്യൻ ഭരണഘടന സത്യം ചെയ്തുകൊണ്ടാണ് ഇന്ത്യയിൽ അധികാരം ചെയ്യുന്നത്. ഭരണഘടന വിവാദിക്കുന്ന മുഴുവൻ കാര്യങ്ങളോട് നീതി പുലർത്താത്തതിനുള്ള സത്യപ്രതിജ്ഞ ചെയ്തിട്ടാണ് അധികാരത്തിലേറുന്നത്. ഒരു തർക്കമില്ല കാര്യത്തിൽ. അങ്ങനെയാണ് സജി ചെറിയാൻ അധികാരത്തിൽ ഇറങ്ങിയത്. ഭരണഘടനയെ അതുകൊണ്ട് വിമർശിക്കാൻ പാടില്ല എന്ന് നിങ്ങൾ പറയുന്ന വാദഗതി തെറ്റാ. അത് ഇന്ത്യൻ ജനാധിപത്യത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ അപമാനവും അതിശയവുമാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വിയോജിക്കാനുള്ള അവകാശമാണ്. ഇവിടെ ഏകാധിപത്യ രാജ്യമല്ല. അതിന് വിയോജിക്കാനുള്ള പാർട്ടി എന്തിനാണ് ഈ മന്ത്രിയെ രാജിവെപ്പിച്ചത്? ഞാൻ അങ്ങിലേക്ക് ഒന്നും വരാം. ഞാൻ ആ ബൈറ്റ് ഒന്നുകൂടി, കാരണം കേൾപ്പിച്ച് ഇന്നലെയൊക്കെ കേൾപ്പിച്ചതാണെങ്കിലും ഒരിക്കൽ കൂടി 2002 ജൂലൈ മാസത്തിലെ അദ്ദേഹത്തിന്റെ പ്രസംഗം, അദ്ദേഹത്തിന്റെ ആ ഒരു പ്രസ് മീറ്റിലെ രാജിവെച്ചിറങ്ങുമ്പോഴുള്ള ആ വരികൾ ഒന്നുകൂടി പ്രേക്ഷകരിലേക്ക്. ഞാൻ എൻ്റെ മന്ത്രിസ്ഥാനം രാജിവെക്കുകയാണ്. എൻ്റെ രാജിക്കത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് തൊട്ടു മുമ്പ് ഞാൻ നൽകിയുണ്ടായി. ഞാൻ മന്ത്രിയായിരുന്നാൽ സ്വതന്ത്രമായ അന്വേഷണം അല്ലെ സ്വതന്ത്രമായ തീരുമാനം വരുന്നതിന് ചിലപ്പോൾ തടസ്സം വരും. അതുകൊണ്ട് മന്ത്രി എന്ന നിലയിൽ ഞാൻ ആ സ്ഥാനത്ത് തുടരുന്നത് ധാർമ്മികമായി ശരിയല്ല. അതുകൊണ്ട് ഞാൻ രാജിവെക്കും. ശ്രീ റെജി ലൂക്കോസ്, ഒരു 2.5 പതിറ്റാണ്ട് മുൻപൊക്കെ ആണെങ്കിൽ പറഞ്ഞത് വിഴുങ്ങാം. കാരണം പത്രത്തിൽ എന്തായാലും ദൃശ്യം വരെ കൊടുക്കാൻ നിവൃത്തിയില്ലല്ലോ. ഇപ്പോൾ എല്ലാ മാധ്യമ സ്ഥാപനങ്ങളുടെയും ലൈബ്രറികളിൽ പറഞ്ഞത് ഫയൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നാട്ടുകാരെ അങ്ങനെ വിഡ്ഢികളാക്കാമെന്ന് കരുതല്. ഞാൻ പറഞ്ഞത് ആ വർഷം 3 വർഷം മുൻപ് ഞാൻ ആ സ്ഥാനത്ത് തുടർന്നു കഴിഞ്ഞാൽ ഫ്രീ ആൻഡ് ഫെയർ സുതാര്യമായ ഒരു അന്വേഷണത്തിന് തടസ്സമാകും എന്ന് പറഞ്ഞ വ്യക്തി. അപ്പോൾ അത് അന്നത്തെ
റിയൽ ഗ്രൗണ്ടും ഇന്നത്തെ ഗ്രൗണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. താങ്കൾ മനസ്സിലാക്കണം, പരമോന്നതമായ കേരളത്തിലെ അല്ലെങ്കിൽ സംസ്ഥാനത്തെ ഒരു നീതിന്യായ വ്യവസ്ഥയിൽ നിന്നും ഒരു ഗൗരവത്തോടുകൂടി രാജിവെക്കാൻ പറഞ്ഞിട്ടില്ല, പക്ഷേ ഗൗരവത്തോടുകൂടി തനിക്കെതിരെ ഒരു കേസുമില്ലല്ലോ എന്ന് വന്ന് പറഞ്ഞ മന്ത്രിയെ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുകയാണ്. പ്രതിയേർക്കപ്പെടാൻ വേണ്ടി ഒരു അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അന്നത്തെ ധാർമ്മികത ഇന്നില്ലേ സാർ? അല്ല, അതാണ് നിങ്ങളിപ്പോ ഈ പറയുന്നത് ഒരു അധാർമികത. അദ്ദേഹം എന്താ പറഞ്ഞത്? ഇപ്പൊ കേൾപ്പിച്ചില്ല, ഇത് കേരളം എത്ര വർഷം കേട്ടതാ? ഉന്നത ധാർമ്മിക മൂല്യം വെച്ചുകൊണ്ട് ഞാൻ രാജിവെക്കുന്നു. ഞാൻ ഈ സ്ഥാനത്ത് തുടർന്നാൽ, ഞാൻ മന്ത്രിയായി തുടർന്നു കഴിഞ്ഞാൽ ഒരു ഫെയർ അന്വേഷണം നടക്കില്ല, സുതാര്യമായ ഒരു അന്വേഷണം നടക്കില്ല എന്ന് പറയുമ്പോൾ ഇന്ന് അദ്ദേഹത്തിന് എന്തുകൊണ്ട് തോന്നുന്നില്ല ഈ ഒരു അതായത് നല്ല ഒരു ഉദ്യോഗസ്ഥനെ, മിടുക്കനായ ഒരു ഉദ്യോഗസ്ഥനെ വെച്ച് അന്വേഷിപ്പിക്കണമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏത് മിടുക്കനായാലും വന്ന മന്ത്രിയെ സല്യൂട്ട് ചെയ്തിട്ടല്ലേ ചോദ്യാവലി കൊടുക്കുള്ളൂ ശ്രീ റെജി ലൂക്കോസേ? അല്ല, ഞാനിത് പൂർത്തീകരിക്കട്ടെ. എനിക്ക് പറയാനുള്ള വാദം എന്താന്ന് കേൾക്കൂ. അതായത് ബഹുമാനപ്പെട്ട സജി ചെറിയാൻ അന്ന് രാജിവെച്ചു. ഒരു വിഷയത്തിൽ 2 രാജ്യമുണ്ട്. ഇപ്പൊ ഹൈക്കോടതിയിൽ പോയിരിക്കുന്ന ഈ ബഹുമാനപ്പെട്ട വക്കീൽ ആവശ്യപ്പെട്ടതെന്താ? അദ്ദേഹത്തിന്റെ പേരിലുള്ള അന്വേഷണം പുനരന്വേഷണമാണ്, അദ്ദേഹം രാജിവെക്കണം. രാജിവെക്കാനുള്ള ആവശ്യം കോടതി അംഗീകരിച്ചില്ല, അതെടുത്ത് തള്ളിക്കളഞ്ഞു. രണ്ടാമത് കോടതി എന്താ പറഞ്ഞത്? അത്യാവശ്യം റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ട് അത് അന്വേഷിപ്പിക്കണം, വീണ്ടും ഒരു പുനരന്വേഷണം ഒരിക്കൽ കൂടി വേണമെന്നല്ലാതെ ഉണ്ട്. സജി ചെറിയാനെ കുറ്റക്കാരനായിട്ട് കണ്ടെത്തിയിട്ടുണ്ടോ? നിങ്ങൾക്ക് എവിടെയെങ്കിലും പറയാൻ പറ്റുമോ? സജി ചെറിയാനെ കുറ്റക്കാരനായിട്ടോ? തെറ്റാണ്. അത് വിധിന്യായത്തിലൂടെ വരുന്നുള്ളൂ. കരുണാകരന്റെ കാലത്ത് നിങ്ങളുടെ ഈ ക്യാപ്സൂൾ ഇറങ്ങിയില്ലല്ലോ. കരുണാകരന്റെ കാലത്ത് ഇങ്ങനെ നിങ്ങളിൽ നിന്നും കണ്ടിട്ടില്ലല്ലോ. അവിടെ ബാലകൃഷ്ണപിള്ള സാറിന്റെ കാലത്ത് നിങ്ങൾ കണ്ടിട്ടില്ല, ഗംഗാധരന്റെ കാലത്ത് നിങ്ങളൊന്നും ഉയർത്തിപ്പിടിച്ചില്ലല്ലോ, മാണിന്റെ കാലത്ത് നിങ്ങൾ അന്നത്തെ പാർട്ടി സെക്രട്ടറിയും അന്നത്തെ പ്രതിപക്ഷ നേതാവും ഒക്കെ തന്നെ എത്രത്തോളം പ്രഹരമേൽപ്പിച്ചു എന്ന് നമ്മൾ വേണമെങ്കിൽ സമയം തന്നു കഴിഞ്ഞാൽ ആ ലൈബ്രറിയിൽ നിന്ന് ഫയലുകൾ എടുക്കാൻ വലിയ താമസമൊന്നുമില്ല. അപ്പോൾ അന്നൊന്നും കൊടുക്കാത്ത ആനുകൂല്യം ഇന്ന് നല്ല രീതിയിൽ കൈപിടിച്ച് ചിറകിനടിയിലേക്ക് ഒളിപ്പിക്കുമ്പോൾ നാട്ടുകാരൊക്കെ ആ ധാർമ്മികത തലത്തിൽ ചിന്തിച്ചാൽ തെറ്റ് പറയാൻ കഴിയുമോ? അത് ഈ ചോദ്യം എന്നോട് ചോദിച്ചു വളരെ നന്നായി. പാത്രയുടെ പ്രേക്ഷകർ കേൾക്കട്ടെ. MP ഗംഗാധരന്റെ മകള് 18 വയസ്സ് പൂർത്തീകരിക്കാതെ ഇന്ത്യൻ ഭരണഘടനയെ നഗ്നമായി ലംഘിച്ചുകൊണ്ട് വിവാഹം കഴിച്ച ഒരാളെ ആ മനുഷ്യന്റെ മന്ത്രിസ്ഥാനം രാജിവെച്ചില്ലെങ്കിൽ ഈ രാജ്യത്തിന് ഭരണഘടന അനീതിയല്ലേ? കുടച്ചക്രം ചൂഷണത്തിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞ ഒരു മന്ത്രിയെ ന്യായീകരിക്കാൻ ഉളുപ്പില്ലേ അങ്ങേക്ക്? MP ഗംഗാധരൻ ഭരണഘടനയെ അവഹേളിച്ചെന്ന അതേ ഭരണഘടനയെ ജനങ്ങളെ ചൂഷണം ചെയ്യാനുള്ള ഒരു സാധനമാണ് ജനാധിപത്യം, മതേതരത്വം, കുന്തം, കുടച്ചക്രം എന്ന് പറഞ്ഞ് അവഹേളിച്ച് പബ്ലിക്കിനൊരു മെസ്സേജ് കൊടുക്കുന്ന മന്ത്രിക്ക് ഒരിക്കൽ അത് ധാർമ്മികതയാണെന്ന് തോന്നി ഒഴിഞ്ഞ മന്ത്രിക്ക് ഇന്നത് വീണ്ടും ഒരു പുതിയൊരു ലാവണമായി തോന്നുമ്പോൾ ഈ ശരികേടുകൾ ചൂണ്ടിക്കാണിക്കണ്ടേ സാറേ? ഒറ്റ കാര്യം പറഞ്ഞോട്ടെ, നിങ്ങളിപ്പോ ഇത്ര ന്യായങ്ങളും പറഞ്ഞല്ലോ. ഇവിടെ കഴിഞ്ഞ UDF മന്ത്രിസഭ കാലത്ത്, ഉമ്മൻചാണ്ടിന്റെ കാലത്ത് ഈ പറയുന്ന സോളാർ വിഷയമായിട്ട് ബന്ധപ്പെട്ട് 2 ഉദ്യോഗസ്ഥന്മാർക്കെതിരെ അന്നത്തെ ഒരു DGP ആയിരുന്ന ഹേമേന്ദ്രൻ അന്വേഷണം നടത്തിയല്ലോ, റിപ്പോർട്ട് സമർപ്പിച്ചല്ലോ. ആ റിപ്പോർട്ട് പ്രകാരമല്ലേ ഈ ടെനി ജോസഫിനെ സഹിതമുള്ളവരെ പിരിച്ചുവിട്ടത്, അവരവരെ കേസെടുത്ത് ജയിലിലിട്ടത്. എന്നിട്ട് എന്തുകൊണ്ട് ആ മന്ത്രിമാരെ രാജിവെക്കാത്തത്? അന്ന് എന്തുകൊണ്ടാണ് നിങ്ങളുടെ ധാർമ്മികരോഷം വീരാത്തത്? നിങ്ങൾ മറുപടി പറയൂ. അന്വേഷണ റിപ്പോർട്ട് കൊടുത്തിട്ട് പോലും രാജിവെച്ചില്ല. ബാബുവിന്റെ രാജിക്കത്ത് പോക്കറ്റിട്ടോളത്തില്ലേ ഉമ്മൻചാണ്ടി ദിവസങ്ങളോളം? എന്നിട്ട് സ്വീകരിച്ചോ? ഇല്ലല്ലോ. ഇവിടെ ഈ വിഷയത്തിൽ ഈ മന്ത്രി അന്ന് പോലും രാജിവെക്കേണ്ട കാര്യമില്ലായിരുന്നു. എങ്കിലും ധാർമ്മികതയുടെ പേരിൽ രാജിവെച്ച ആദ്യത്തെ മന്ത്രിയല്ല പിണറായി സർക്കാരിന്റെ കാലത്ത്. വേറെ മന്ത്രിയുണ്ട്, EP ജയരാജനുണ്ട്. ഇവരെ എല്ലാവരെയും കോടതി കുറ്റവിമുക്തരാക്കി ഒരു തെറ്റും ചെയ്തില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷം ഇപ്പൊ ഹൈക്കോടതി ഒരു അന്വേഷണം നടത്തുന്നു പറഞ്ഞതിന്റെ പേരിൽ രാജിവെക്കാന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ എത്ര മന്ത്രിമാർക്ക് ഒരു സ്ഥാനത്ത് തുടരാൻ പറ്റും? ഏത് വാക്കുകളാണ് ഭരണഘടനയ്ക്കെതിരെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്? ഈ രാജ്യത്ത് ഭരണഘടനാ സമിതിയുടെ ചെയർമാനായിരുന്ന ഈ UR അംബേദ്കർ പരസ്യമായിട്ട് പറഞ്ഞുകൊണ്ടുണ്ട് ഇന്ത്യൻ ഭരണഘടന വിമർശന വിധേയമാണ്. കഴിഞ്ഞ ഹൈക്കോടതിക്ക് തുടരന്വേഷണത്തിന്റെ ഗ്രൗണ്ട് ഉണ്ടെന്ന് തോന്നിയില്ലേ? മാത്രമല്ല ഇന്നലെ അംബേദ്കറിന്റെ പ്രധാനമായ ഖണ്ഡികകൾ ഉദ്ധരിച്ചുകൊണ്ടും 3 വർഷം വരെ തടവ് കിട്ടാനുള്ള ഒരു ഗ്രൗണ്ട് ഉണ്ട് എന്ന് മുന്നറിയിപ്പ് നൽകിയത് വെറുതെ ആണോ? അല്ല, അത് അന്വേഷണത്തിലൂടെ തീർപ്പാക്കേണ്ടതേ. ഒരു അന്വേഷണം നടക്കും, ആ അന്വേഷണ റിപ്പോർട്ട് പോയിട്ട് അദ്ദേഹം കുറ്റക്കാരാണെന്നുണ്ടെങ്കിൽ എന്താണ് നടപടി സ്വീകരിക്കാം. ഈ തെരഞ്ഞെടുപ്പിന് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് 32 ദിവസങ്ങൾക്ക് മുമ്പ് കർണാടകയിലെ ഒരു MP പരസ്യമായിട്ട് പറഞ്ഞെന്താ അറിയോ? പ്രതീക്ഷ നിങ്ങൾ ചർച്ചക്കെടുത്തോ? ഞങ്ങൾക്ക് 400 സീറ്റ് കിട്ടിയ ഇന്ത്യൻ ഭരണഘടന ഞങ്ങൾ തിരുത്തും എന്ന് പറഞ്ഞ ആ MP-യെ നിങ്ങളൊക്കെ ചർച്ച ചെയ്തോ? അയാളുടെ പേരിൽ എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? ഈ രാജ്യത്തെ ഒരു പ്രത്യേക സമുദായത്തിന്റെ മാത്രമേ പറയാനുള്ളൂ. പാർട്ടിയും അത്
അതിനുള്ള ഉടുപ്പ് തയ്പ്പിക്കരുതെന്ന് പറയാനുള്ളൂ. അത്തരം വഷളന്മാർക്ക് കുട പിടിക്കരുതെന്നേ പറയാനുള്ളൂ. സജി രാജിവെക്കില്ല, പാർട്ടിയുടെ സംരക്ഷണം. ഇതാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അഡ്വക്കേറ്റ് ബൈജു നോയലിലേക്ക്. ശ്രീ ബൈജു നോയൽ, നോക്കൂ, തിരുവല്ല ഡിവൈഎസ്പി തട്ടിക്കുട്ടി തയ്യാറാക്കിയ റിപ്പോർട്ടിൽ എന്താണ്? എത്രയോ ഗുരുതരമായിട്ടുള്ള അവസ്ഥയാണ്. നമുക്കൊരു പുഷ്പം പോലെ വേണമെങ്കിൽ നമുക്കതിനെ എടുക്കാവുന്ന ഒരു കേസാണ്. ആ നുള്ളുന്ന രീതിയിൽ തന്നെ എടുക്കാവുന്നതാണ്. പക്ഷേ ആ കേസിൽ എന്താണ്, എന്തൊക്കെ വളച്ചുകെട്ടും ഒരു പക്ഷേ രക്ഷപ്പെടുത്താൻ വേണ്ടി തയ്യാറാക്കിയതാണോ എന്ന് തോന്നിപ്പോകുന്നത് ഈ സാക്ഷിമൊഴിയാണ്. പോട്ടെ, ഈ ഫോറൻസിക് എവിഡൻസ് അല്ലെങ്കിൽ ഫോറൻസിക് ആയിട്ടുള്ള അതിനൊക്കെ ഒരുപക്ഷെ കുറച്ച് സമയം ഒരു ഡിലേ വന്നേക്കാം. പക്ഷേ അതിനേക്കാൾ ഉപരി എന്താണ്, കേൾക്കാവുന്നവരെ കേട്ടിട്ടില്ല. 6 മുതൽ 39 വരെ സാക്ഷികൾ ആരാണ്? പാർട്ടി മെമ്പർമാരും അല്ലെങ്കിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആളുകളും മാത്രമാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇനിയൊരു നല്ലൊരു അന്വേഷണ ഏജൻസിയെ അല്ലെങ്കിൽ ഏൽപ്പിക്കണമെന്നാണ് പറയുന്നത്. ഒരു ക്രൈംബ്രാഞ്ച് ആണല്ലോ, അതിൻ്റെ സർക്കാരിൻ്റെ കീഴിലാണ്, ഈ മന്ത്രിയെ സല്യൂട്ട് ചെയ്യുന്ന ഏജൻസിയാണ്. ആ ഏജൻസിയിൽ നിന്ന് നീതിപൂർവമായ ഒരു അന്വേഷണം താങ്കൾ പ്രതീക്ഷിക്കുന്നു. താങ്കളോട് ചോദിക്കാൻ കാരണം, ഇന്നലെ ഈ ഒരു കേന്ദ്ര ഏജൻസിക്ക് വേണ്ടിയുള്ള അന്വേഷണമാണ് താങ്കൾ ആദ്യം ആവശ്യപ്പെട്ടത്. പക്ഷേ അതിന് കോടതി എന്തായാലും അതിന് തയ്യാറായിട്ടില്ല. അപ്പോൾ താങ്കൾ പറഞ്ഞ ഒരു കാര്യം, തനിക്ക് കേരള പോലീസിൽ വിശ്വാസമുണ്ട് എന്നുള്ളതാണ്. ഈ മന്ത്രിസ്ഥാനത്ത് ഇന്ന് വരുന്ന അപ്ഡേറ്റ് അനുസരിച്ച് ഈ മന്ത്രി അവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് പാർട്ടിയും സർക്കാരും ഉറച്ചു പറയുമ്പോൾ ആ കീഴിലുള്ള ഒരു ഏജൻസി അന്വേഷിക്കുമ്പോൾ അതിൽ സുതാര്യത ഉണ്ടാകുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായും അതിനകത്ത് സുതാര്യത ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ള എൻ്റെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ CBI പോലെ ഒരു ഇൻഡിപെൻഡൻറ്റ് ഏജൻസി ഈ കേസ് അന്വേഷിക്കണം എന്ന് പറഞ്ഞത്. നോക്കൂ, പ്രകാശ് സിംഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നുള്ള കേസിൽ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പോലീസ് ഹാസ് ബിക്കം എ മിയർ ടൂൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് അൺസ്ക്രൂപ്പുലസ് പൊളിറ്റിക്കൽ മാസ്റ്റേഴ്സ്. അതായത് പോലീസ് പലപ്പോഴും അവരുടെ പൊളിറ്റിക്കൽ മാസ്റ്റേഴ്സിൻ്റെ ടൂളായി മാറുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് ഇദ്ദേഹം ഒരു പൊളിറ്റിക്കൽ മാസ്റ്ററാണ്, ഒരു മന്ത്രിയാണ്, MLA ആണ്, ഒരു റൂളിംഗ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവാണ്. അദ്ദേഹത്തിൻ്റെ കീഴിൽ താങ്കൾ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ സബോർഡിനേറ്റ് ആയിട്ടുള്ള ഒരു ഓഫീസർക്ക് അദ്ദേഹം ഒരു മന്ത്രി പ്രതിയായിട്ടുള്ള ഒരു കേസ് അന്വേഷിക്കുന്നതിന് വലിയ പരിമിതികളെ നേരിടേണ്ടി വരും. അതുതന്നെയാണ് ഈ കേസിൻ്റെ ആദ്യത്തെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് സംഭവിച്ചതും. അദ്ദേഹം തീർത്തും അൺഫെയർ ആയിട്ടുള്ള അല്ലെങ്കിൽ അൺസയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു ഫൈനൽ റിപ്പോർട്ട് കോടതി മുമ്പാകെ ഫയൽ ചെയ്തതും. ആ ഫൈനൽ റിപ്പോർട്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഈ ഓർഡറിലൂടെ റദ്ദാക്കിയിരിക്കുന്നത്. അത് കൂടാതെ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇൻറ്റഗ്രിറ്റി ഉള്ള ഒരു ഓഫീസറെ കൊണ്ട് ഈ കേസ് അന്വേഷിപ്പിക്കണം എന്നാണ്. ഇപ്പോൾ റെജി ലൂക്കോസ് പറഞ്ഞ പോലെ ഇതിൻ്റെ എന്താണ് അദ്ദേഹം ചെയ്ത കുറ്റം എന്നൊന്നും പരിശോധിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള രീതിയിലാണ്. വാസ്തവത്തിൽ അതൊക്കെ പരിശോധിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ 2 മണിക്കൂറിലേറെയുള്ള പ്രസംഗം ബഹുമാനപ്പെട്ട ഹൈക്കോടതി കേട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻസ് കോമ്പാക്ട് ഡിസ്ക് ഹാജരാക്കിയിട്ടുണ്ട്. ഞാൻ പരാതിക്കാരൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ പെൻഡ്രൈവ് ഹാജരാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ബഹുമാനപ്പെട്ട കോടതി പരിശോധിച്ചതിന് ശേഷമാണ് അതിനകത്ത് അദ്ദേഹം ഭരണഘടനയെ ഡിസ്റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഫൈൻഡിങ്സിലേക്ക് എത്തിയത്. ആ സാഹചര്യത്തിലാണ് അതിനകത്ത് ഒരു ഇൻവെസ്റ്റിഗേഷൻ ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് നടത്തിക്കാനും അത് കൂടാതെ അതിനകത്ത് ഇൻറ്റഗ്രിറ്റിയുള്ള ഒരു ഓഫീസർ തന്നെ വേണം എന്നും ഈ ഉത്തരവിനകത്ത് പറഞ്ഞിരിക്കുന്നത്. കാരണം അതിൻ്റെ അർത്ഥം നേരത്തെ അന്വേഷിച്ച ഉദ്യോഗസ്ഥൻ വേണ്ടത്ര അവധാനതയോടുകൂടി ഈ കേസ് അന്വേഷിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഒരു കാര്യം ചോദിച്ചോട്ടെ, കാരണം ഈ അന്വേഷണം പൂർത്തീകരിച്ചു കഴിഞ്ഞാലാണല്ലോ കുറ്റക്കാരൻ എന്ന് കണ്ടെത്താൻ കഴിയുള്ളൂ. അതിനുശേഷം നമുക്ക് സജി ചെറിയാൻ രാജിവെച്ചാൽ മതിയല്ലോ എന്ന് പറയുന്ന പുതിയ ക്യാപ്സ്യൂൾ കൂടി മുന്നിൽ വെച്ചുകൊണ്ട് പറയുകയാണ്. ഇനിയിപ്പോൾ ഈ തിരുവല്ല ഡിവൈഎസ്പി മനഃപൂർവ്വം കളഞ്ഞ ഈ മൊഴികളിലെ വൈരുദ്ധ്യം, ഈ പറയുന്ന പെൻഡ്രൈവ്, CCTV ദൃശ്യങ്ങൾ, ശബ്ദ സാമ്പിള്, ഇതിൻ്റെയൊക്കെ തന്നെ ഫോറൻസിക് റിപ്പോർട്ട്, പിന്നീട് ഒരു പ്രതിയെ മൊഴിയെടുക്കുമ്പോൾ അല്ലെങ്കിൽ സാക്ഷികളെയൊക്കെ തന്നെ അവരോട് കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ എന്താണ് ഈ പറഞ്ഞ ഈ പബ്ലിക് ഡൊമൈനിലുള്ള ഈ പ്രസംഗം കേൾപ്പിച്ച് വേണം ചോദിക്കാനായിട്ട്. അങ്ങനെ ഒരു ചോദ്യം ഇവിടെ ഉണ്ടായിട്ടില്ല. കാരണം താങ്കളല്ലേ പറഞ്ഞത്, ഓരോ വരികളും ആ മൊഴികൾ അങ്ങനെ വൈരുദ്ധ്യമായിട്ട് അങ്ങനെ കേട്ടിട്ടേ ഇല്ലെന്ന് പറഞ്ഞിട്ടുള്ള സഖാക്കളോടും ഇങ്ങനെ ചോദിക്കണമായിരുന്നു, ഇതിന് ഇതാരാണ് പറഞ്ഞത്. അങ്ങനെ ഒന്നും ഓരോ അവസരങ്ങൾ വെച്ചും അല്ലെങ്കിൽ സാഹചര്യങ്ങൾ വെച്ച് ഒരു ചോദ്യം ചെയ്യലോ മൊഴിയെടുക്കലോ ഉണ്ടായില്ല. അപ്പോൾ പുതിയ ഏജൻസിയിലേക്ക് വരുമ്പോൾ ഇതെല്ലാം ചോദിച്ച് കൃത്യമായിട്ട് അടയാളപ്പെടുത്തി വരികയാണെങ്കിൽ വലിയ തിരിച്ചടിയായിരിക്കും സ്വാഭാവികമായും സജി ചെറിയാനുണ്ടാവുക. അപ്പോൾ ഒരു ഡിലേ ഇക്കാര്യത്തിൽ അന്വേഷണത്തിൽ വരുത്താനുള്ള സാധ്യത അങ്ങ് കാണുന്നുണ്ടോ? ഒരു കാര്യം ഞാൻ പറയാം, ഈ കേസ് വളരെ ഫ്രീ ആൻഡ് ഫെയർ മാനറിൽ അന്വേഷിച്ചാൽ അദ്ദേഹത്തിന് ഇതിനകത്ത് ശിക്ഷ കിട്ടും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം.
പക്ഷേ ഇതിനകത്ത് അദ്ദേഹം മന്ത്രിസ്ഥാനത്തിരുന്നു കൊണ്ട് അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു ഏജൻസി കേസ് അന്വേഷിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ അന്വേഷണത്തെ സ്വാധീനിക്കാനും അട്ടിമറിക്കാനുമുള്ള സാധ്യതയുണ്ട്. നിലവിൽ തന്നെ ഇതിനകത്ത് നേരത്തെയുള്ള അന്വേഷണ ഉദ്യോഗസ്ഥൻ ശേഖരിച്ച പല തെളിവുകളും നശിപ്പിക്കപ്പെടാൻ പോലും സാധ്യതയുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുകൊണ്ടാണ് ഇതിനകത്ത് CBI പോലെ ഒരു ഇൻഡിപെൻഡൻറ്റ് ഏജൻസി ഈ കേസ് അന്വേഷിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടത്. ഇതിനകത്ത് നോക്കൂ, ഇതിനകത്ത് നേരത്തെ ഫയൽ ചെയ്ത ഫൈനൽ റിപ്പോർട്ടിൻ്റെ കൂടെ സാക്ഷികളുടെ മൊഴികളില്ല. 1 മുതൽ 5 വരെ സാക്ഷികൾ രേഖപ്പെടുത്തിയത് ഇദ്ദേഹം ഇന്ത്യൻ ഭരണഘടനയെ അപമാനിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. ആ മൊഴികൾ പ്രാധാന്യത്തിൽ എടുത്തിട്ടില്ല. അതുകൂടാതെ സയൻറ്റിഫിക് വോയിസ് സാമ്പിൾ, ഇതിലെ പ്രതിയുടെ വോയിസ് ശബ്ദ സാമ്പിൾ എടുത്തിട്ടില്ല, ക്വസ്റ്റ്യൻഡ് വോയിസ്. ഇത് വോയിസ് സ്പെക്ട്രോഗ്രഫിക്ക് നമ്മുടെ ഒരു ഫോറൻസിക് ലാബിലേക്ക് അയച്ച് അതിൻ്റെ റിപ്പോർട്ട് വെയിറ്റ് ചെയ്തിട്ടില്ല. ഒരു രീതിയിലുള്ള ഫ്രീ ആൻഡ് ഫെയർ അല്ലെങ്കിൽ സയൻറ്റിഫിക് ആയിട്ടുള്ള, ഇന്നത്തെ കാലത്ത് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ കൂടി കാലമാണ്. ഈ കാലഘട്ടത്തിൽ എവിഡൻസുകൾ എന്ന് മെറ്റീരിയൽ എവിഡൻസുകൾ, മെറ്റീരിയൽ ഒബ്ജക്റ്റ് എന്നൊക്കെ പറയുന്നത് കൂടുതലും സയൻറ്റിഫിക് എവിഡൻസിൻ്റെ കൂടെ പർവ്യൂവിനകത്ത് വരുന്നതാണ്. അതുകൊണ്ട് സയൻറ്റിഫിക് ആയിട്ടുള്ള ഫോറൻസിക് സയൻസ് ലാബിൻ്റെ റിപ്പോർട്ടുകളൊന്നും വരാതെ തന്നെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ വളരെ എക്സ്പെഡീഷ്യസ്ലി, അതായത് ഇദ്ദേഹം മന്ത്രിസ്ഥാനത്ത് രാജിവെച്ചപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ഒഴിച്ചിട്ട മന്ത്രിസ്ഥാനം അങ്ങനെ തന്നെ പറയേണ്ടി വരും. പകരക്കാരനായ ഒരു മന്ത്രി പോലും വന്നിരുന്നില്ല. അദ്ദേഹത്തിന് വേണ്ടി ഒഴിച്ചിട്ടിരുന്ന ആ മന്ത്രിസ്ഥാനത്തേക്ക് അദ്ദേഹത്തെ തിരിച്ചു കയറ്റാൻ സമയമായി എന്ന തോന്നൽ ഉണ്ടാകുന്ന ദിവസം ആ ഫൈനൽ റിപ്പോർട്ട് ഫയൽ ചെയ്യുകയും ആ ഫൈനൽ റിപ്പോർട്ടിൻ്റെ ബലത്തിൽ മാത്രം അദ്ദേഹം ഞാൻ കുറ്റവിമുക്തനാക്കപ്പെട്ടു എന്ന് സ്വയം പ്രഖ്യാപിക്കുകയും അദ്ദേഹം മന്ത്രിയായി തിരിച്ചു വരികയുമാണ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ അന്ന് അദ്ദേഹം ഉന്നയിച്ച എല്ലാ വാദങ്ങളും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിന്യായത്തിലൂടെ റദ്ദാക്കപ്പെട്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ അദ്ദേഹം ഇതിൻ്റെ പ്രോസിക്യൂഷൻ നടപടികളെ നേരിടണം. അദ്ദേഹം ഇപ്പോഴും ഇന്ത്യൻ ഭരണഘടനയെ ബഹുമാനിക്കുകയും റൂൾ ഓഫ് ലോയിൽ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പറഞ്ഞത് പ്രകാരമുള്ള അന്വേഷണത്തെ അദ്ദേഹത്തിൻ്റെ ആ പദവിയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അദ്ദേഹം അന്വേഷണത്തെ നേരിടുകയും ഈ അന്വേഷണത്തിന് വേണ്ടുന്ന എല്ലാ സഹായം, നേരത്തെ അദ്ദേഹം പറഞ്ഞല്ലോ സുഗമമായ അന്വേഷണം നടക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഞാൻ രാജിവെക്കുന്നതെന്ന്, ആ നിലപാട് ഇപ്പോഴും അദ്ദേഹത്തിന് കാട്ടണമെന്നാണ് അഡ്വക്കേറ്റ് ബൈജു നോയൽ പറയുന്നത്. അവസാനമായി ശ്രീ റെജി ലൂക്കോസ്, കാരണം ഒരിക്കൽ രാജിവെച്ചു, ഇനിയും രാജിവെക്കേണ്ടതില്ല എന്ന് രാഷ്ട്രീയമായിട്ടുള്ള തിരിച്ചടി ഭയന്നാണോ? കാരണം ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ വരുന്നു, ഒരു മന്ത്രി കൂടി, പ്രബലനായ ഒരു മന്ത്രി കൂടി രാജിവെച്ചൊഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ രാഷ്ട്രീയമായ തിരിച്ചടി ഭയന്നാണോ CPM ഇങ്ങനെ ഒരു നിലപാടിലേക്ക് എത്തുന്നത്? കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന് ഒരു ഭയവുമില്ല. ബഹുമാനപ്പെട്ട സജി ചെറിയാൻ ഇന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞ എന്താ, എന്റെ ഭാഗം ബഹുമാനപ്പെട്ട ഹൈക്കോടതി കേട്ടില്ല. അത് കേൾക്കാനുള്ള ധാർമ്മികത ഹൈക്കോടതിക്ക് ഉണ്ടായിരുന്നു, അത് കേട്ടില്ല. ഹൈക്കോടതി ഒരു തീർപ്പ് കൽപ്പിച്ചിട്ടില്ല, ഒരു ഫൈൻഡിങ് നടത്തിയിട്ടില്ല. അത് ഹൈക്കോടതി ഒരു നിരീക്ഷണം നടത്തിയിട്ടുണ്ട്. വേറൊരു ഏജൻസിയെ കൊണ്ട് അന്വേഷിക്കണം, അതിനകത്ത് റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് തന്നെ പറഞ്ഞു, ഞാനത് കേട്ടതാണ്. പറഞ്ഞിട്ടുള്ള അല്ലാതെ വേറെ ഒരു നിരീക്ഷണവും നടത്തിയിട്ടില്ല. അത് സർക്കാർ അന്വേഷിക്കാനുള്ള ഏജൻസികളെ ഇപ്പൊ ഇന്ന് തന്നെ പ്രഖ്യാപിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. DYSP സഹിതം അതിന്റെ അന്വേഷണം വരട്ടെ. അദ്ദേഹം തെറ്റുകാരാണെന്ന് കോടതി കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം രാജിവെക്കുന്നത്. ഒന്ന് രാജിവെച്ചില്ലേ, ഇനി അങ്ങനെ രാജിവെക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്രയോ തവണ UDF മന്ത്രിമാരെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജിവെക്കേണ്ട. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു, ഇനിയുണ്ട് എന്റെ ഉദാഹരണങ്ങള്. അപ്പൊ കേരളത്തിൽ ഒരു മന്ത്രി അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു മന്ത്രി, സത്യം പറഞ്ഞ ഒരു മന്ത്രിക്ക് ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ 100 തവണ രാജിവെക്കണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഏത് മന്ത്രിക്കും ഇവിടെ തുടരാൻ പറ്റും? ഒരിക്കലും പറ്റുന്നില്ല. കേരളത്തിലെ ജനങ്ങൾ ഈ രാഷ്ട്രീയത്തിന്റെ പേരിൽ കൊടുത്തിരിക്കുന്ന പക്ക പൊളിറ്റിക്കൽ കംപ്ലൈന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ പിന്നിലെ രാഷ്ട്രീയ നാടകങ്ങളൊക്കെ ഞങ്ങൾക്കറിയാം, വളരെ വ്യക്തമായിട്ടറിയാം. അപ്പൊ അതുകൊണ്ട് അതൊന്നും വെച്ച് കേരളത്തിലെ ഏതെങ്കിലും മന്ത്രിയെ ഇനി രാജിവെപ്പിക്കാൻ തുടങ്ങി നടക്കുകയില്ല. കാരണം ഒരു മന്ത്രിയെ തെരഞ്ഞെടുത്തിരിക്കുന്ന കേരളത്തിലെ ജനങ്ങളാണ്. അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് ഭരണഘടന തൊട്ടാണ്. ആ ഭരണഘടന അദ്ദേഹം ആക്ഷേപിച്ചിട്ടില്ല. ഒരു ഗ്രാമീണ വാക്ക് ഫില്ല് ചെയ്യാനായിട്ട് ഉപയോഗിച്ചത് ഒരിക്കലും ആക്ഷേപമല്ല, ഒരു കാരണവശാലും ആക്ഷേപമല്ല. അതിന്റെ ആക്ഷേപം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെന്നൊരു അച്ചടി ഭാഷ മാത്രമാണ് ഓരോ പ്രദേശങ്ങളിലെ ജനങ്ങൾ സംസാരിക്കുന്നത്. അവർ അതിൻ്റെതായ തനിമയുള്ള നാടൻ വാക്കുകൾ ഉപയോഗിക്കും. ആക്ഷേപിച്ചിട്ടുണ്ട് എന്ന് ബോധ്യമായാൽ ആ മന്ത്രി രാജിവെക്കണമെന്ന് പറയാനുള്ള ധാർമ്മികത എനിക്കുണ്ട്. സജി ചെറിയാന്റെ ഫാൻസും സജി ചെറിയാന്റെ മന്ത്രിമാരായ സഹപ്രവർത്തകരും ഒക്കെ തന്നെ ഈ നാടൻ ശൈലി നാളെ മുതൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഭരണഘടനയുടെ അവസ്ഥയും അംബേദ്കറുടെ അവസ്ഥയൊക്കെ ഓർത്ത് വല്ലാത്തൊരു ഗതികേടെന്നേ പറയാൻ കഴിയൂ ശ്രീ റെജി ലൂക്കോസെ. അല്ലേ, അത് നിങ്ങളുടെ ഗതിയാണ്. നിങ്ങൾക്ക് മന്ത്രിയെ രാജിവെപ്പിക്കണം, നല്ലൊരു ചർച്ച ഉണ്ടാക്കണം, ഒരു വാർത്ത എന്താ പറയാ സൂപ്പർ ബ്രേക്കിംഗ് ആയിട്ട് കൊടുക്കുന്നത് മാത്രമല്ല വേറെ ലക്ഷ്യമില്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞ രാജിവെക്കുന്ന ഒരു സംവിധാനമല്ല ജനാധിപത്യത്തിൽ. ജനാധിപത്യത്തിൽ വിമർശിക്കാനും വിയോജിക്കാനുള്ള എല്ലാ അവകാശമുണ്ട്. ആ അവകാശം മാത്രമേ അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളൂ. ഒരു കാരണവശാലും പുതിയ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് സജി ചെറിയാൻ രാജിവെക്കുന്ന പ്രശ്നമേ ഇല്ല, അതിന്റെ ആവശ്യമില്ല. അത് ഈ രാജ്യത്തെ ഭരണഘടന തരുന്ന അവകാശവും സ്വാതന്ത്ര്യവും ആണ്. അത് മാത്രമേ ഇതിനകത്ത് പറയാനുള്ളൂ. ശരി, വളരെയധികം നന്ദി ശ്രീ അഡ്വക്കേറ്റ് ബൈജു നോയൽ. ഒപ്പം റെജി ലൂക്കോസ്. സജി ചെറിയാൻ രാജിവെക്കില്ല, കസേരയിൽ പിടിച്ചു തന്നെ ഇരിക്കും എന്ന സന്ദർഭത്തിൽ നിങ്ങളുടെ നിലപാടുകൾ വ്യക്തമാക്കിയതിന്